ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി 2 അച്ച് ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഉരുക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു കടായിലേക്ക് ഈ ഉരുക്കിയെടുത്ത ശർക്കരപ്പാനി ഇതുപോലെ അരിച്ചിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 250 കപ്പിന് 1 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ ചുക്കുപൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ശർക്കരപ്പാനി നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതുപോലെ ശർക്കരപ്പാനി വറ്റിയതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ചൂടാറിയതിന് ശേഷം ഇതുപോലെ കുറേശ്ശെ എടുത്തിട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ബാക്കിയുള്ളതും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് നല്ല പോലെ പഴുത്ത ഒരു മീഡിയം സൈസിലുള്ള നേന്ത്രപ്പഴം ആവിയിലൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി മാറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തെ ആ കറുത്ത ഭാഗം എടുത്ത് മാറ്റണം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ കട്ടകളൊന്നും കൂടാതെ നന്നായിട്ട് ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വറുത്ത പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പത്തിരിക്കല്ല് എടുക്കുന്ന ഈ ഒരു പൊടിയാണ്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിളച്ച വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/4 കപ്പാണ് തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് അല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം കയ്യിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇതുപോലെ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഒരു കുഴി പോലെ ആക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുട്ടി മാറ്റി വെച്ചത് വെച്ച് കൊടുക്കണം. ഇനി ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. ഇനി ഇത് ആവിയിൽ അടച്ചു വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതിപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.